Hi all, in this lecture we are going to discuss about control statements. First of all, if statement is there, then if else statement, then if else statement, and switch statement. These all are the conditional statements. In if statement, use this statement if you want to execute some code only if a specified condition is true. Means if a condition is true, then the code will be executed. And if else statement, use this statement if you want to execute some code, the condition is true. And another code if the condition is false. Means else part will be executed if the condition is false. Then next if else statement. Use this statement if you want to select one of many blocks of code to be executed. And in switch statement will be used if you want to select one of many blocks of code to be executed. Let us see with an example, then you can definitely understand how the working will be. First condition statement, if condition, then within curly bracket code to be executed. If the condition is true, then body of the if part will be executed. Means if എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമാണ് അതിൻ്റെ അകത്തുള്ള മീൻസ് ബോഡി കോഡ് അതായത് കേളി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുക ഇഫ് ഈ കണ്ടീഷൻ പാരന്തസിസിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. ടേക്ക് വൺ എക്സാമ്പിൾ, വേർ എക്സ് ഈക്വൽ ടു പ്രോംപ്റ്റ് ഓഫ് എൻ്റർ ദ നെയിം. മീൻസ് വേരിയബിൾ എക്സിൽ ഒരു പ്രോംപ്റ്റ് ഓഫ് എൻ്റർ ദ നെയിം. ഇൻ പ്രീവിയസ് ക്ലാസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ദ യൂസ് ഓഫ് പ്രോംപ്റ്റ്, അതായത് പ്രോംപ്റ്റ് എന്തിനുള്ളതാണെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് തന്നെയാണ് വരിക. അതിൽ എൻ്റർ ചെയ്യാൻ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാവും. സോ ഇഫ് എക്സ് ഈക്വൽ ടു അഡ്മിൻ ആണെങ്കിൽ അലേർട്ട് വെൽക്കം അഡ്മിനിസ്ട്രേറ്റർ, പോപ്പപ്പ് ബോക്സിൽ വെൽക്കം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും. ഓക്കെ, അതായത് ഇഫ് എക്സ് ഈക്വൽ ടു അഡ്മിൻ മീൻസ് ട്രൂ ആണെങ്കിൽ ഇത് ഈ മെസ്സേജ് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. If within parenthesis condition will be there. If condition is true, then code to be executed of if part. Then, well, if the condition is false, then the else part will be executed. Means body of the else part will be executed. അതായത് ഇഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള കേളി ബ്രാക്കറ്റിലെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതർവൈസ് അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ടിൽ വന്നിട്ട് എൽസ് പാർട്ടിൻ്റെ അകത്തുള്ള ബോഡി മീൻസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇഫ് എൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ, വേർ എക്സ് ഈക്വൽ ടു പ്രോംപ്റ്റ് ഓഫ് എൻ്റർ ദ നമ്പർ. മീൻസ് വേരിയബിൾ എക്സിൽ ഒരു പ്രോംപ്റ്റ് ഓഫ് എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇത് കൊടുത്തു. മീൻസ് ഇപ്പോൾ സപ്പോസ് നമ്മൾ ആ ടെക്സ്റ്റ് ഫീൽഡിൽ ലെസ് ദാൻ 0 കൊടുത്തിനെങ്കിൽ അലേർട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് വരും പോപ്പപ്പ് മെസ്സേജ് ആയിട്ട്. ഓക്കെ, then else means greater than 0 means suppose if you enter the value as 1 or 2, then alert message ആയിട്ട് വരും പോസിറ്റീവ്. ഓക്കെ, അതായത് ഇഫ് ദിസ് കണ്ടീഷൻ ആ ട്രൂ ആണ്, ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ മെസ്സേജ് ആണ് പോപ്പപ്പ് ബോക്സിൽ ഡിസ്പ്ലേ വരിക. അതർവൈസ് എൽസ് പാർട്ടിൽ വന്നിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞ മെസ്സേജ് ഡിസ്പ്ലേ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് കേസ് ഇസ് else if statement. Use the else if statement to specify a new condition if the condition is false. Syntax എന്ന് പറയുന്നത് if the condition 1 is true, then the block of code to be executed. The condition 1 is true. Then next else if condition 2. അതായത് ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രം എൽസ് ഇഫ് കണ്ടീഷൻ വന്ന് ചെക്ക് ചെയ്യും, അതായത് കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. If it is true, then block of code to be executed. അതായത് കണ്ടീഷൻ 1 ഫോൾസ് ആയി, then കണ്ടീഷൻ 2 വന്ന് ചെക്ക് ചെയ്ത് if it is true, then else if പാർട്ടിലെ ബ്ലോക്ക് ഓഫ് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതർവൈസ് ഇഫ് ബോത്ത് കണ്ടീഷൻ ആർ ഫോൾസ്, അതായത് കണ്ടീഷൻ 1 റോങ് ആയി കണ്ടീഷൻ 2 റോങ് ആയിനെങ്കിൽ എൽസ് പാർട്ടിൽ വന്നിട്ട് else part in a block of code will be executed if both condition 1 and condition 2 are false. Okay, else if use ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം.
വേർ ടൈം ഈക്വൽ ടു പ്രോംപ്റ്റ് ഓഫ് എൻ്റർ ദ ടൈം. അതായത് ടൈം ടൈപ്പ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ഫീൽഡ് വരും. ഓക്കെ, വേരിയബിൾ ടൈമിലേക്ക്. ദെൻ കണ്ടീഷൻ ഇഫ് ടൈം ലെസ് ദാൻ 10. സപ്പോസ് നമ്മൾ എൻ്റർ ചെയ്തത് ലെസ് ദാൻ 10 ആണെങ്കിൽ ഗ്രീറ്റിംഗിലേക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുക്കും. ഓക്കെ, വിത്തിൻ ഡബിൾ കോഡ്സ് മീൻസ് സ്ട്രിങ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, നെക്സ്റ്റ് എൽസ് ഇഫ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കും. ഇഫ് സപ്പോസ് ലെസ് ദാൻ 10 അല്ലെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ടൈം ലെസ് ദാൻ 20 ആണോ നോക്കും. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് സപ്പോസ് ഒരു 15 ആണെങ്കിൽ കണ്ടീഷൻ 2 ട്രൂ അല്ലേ. സോ ഗ്രീറ്റിംഗിലേക്ക് ഗുഡ് ഡേ വന്നു. ഇപ്പോൾ നമ്മൾ ഇനി വേറൊരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ സപ്പോസ് 25 കൊടുത്തു ടൈമിൽ. അപ്പോൾ കണ്ടീഷൻ 1 ഫോൾസ് ആയി. അതായത് 25 ലെസ് ദാൻ 10 ആണോ? നോ, ഫോൾസ്. സോ എൽസ് ഇഫ് കണ്ടീഷൻ വന്നു. അവിടെ വീണ്ടും ചെക്ക് ചെയ്യും. 25 ഈസ് ലെസ് ദാൻ 20. നോ, ഇറ്റ് വിൽ ബിക്കം ഫോൾസ്. സോ എൽസ് പാർട്ടിൽ വന്നിട്ട് ഗ്രീറ്റിംഗിലേക്ക് ഗുഡ് ഈവനിങ് വന്നു. എന്നിട്ട് ലാസ്റ്റ് അലേർട്ട് ഗ്രീറ്റിംഗ്. ഏത് കണ്ടീഷനാണ് ട്രൂ എന്നനുസരിച്ചിട്ടുള്ള ഗ്രീറ്റിംഗ് പോപ്പപ്പ് ബോക്സിൽ വരും. ഓക്കെ, ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദെൻ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ആണ്. അതർവൈസ് എൽസ് ഇഫ് കണ്ടീഷൻ വിൽ ചെക്ക് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദെൻ എൽസ് ഇഫ് കണ്ടീഷൻസ് ബോഡീൻ്റെ അകത്തുള്ള മെസ്സേജാണ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അഥവാ അത് രണ്ടു കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് എൽസ് പാർട്ടിലെ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് ജാവാസ്ക്രിപ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. The switch statement is used to perform different actions based on different condition. The syntax switch expression, then case X code of block, then break, then case Y, then code block, then break, then if it is default, then code block. This is how it works. Means the switch expression is evaluated once. The value of the expression is compared with the value of each case. If there is a match, the associated block of code is executed. If there is no match, then the default code block is executed. Okay. Example using switch. The getDay, അതായത് getDay method returns the weekday as a number between 0 and 6. Suppose Sunday ആണെങ്കിൽ 0, Monday ആണെങ്കിൽ 1, Tuesday ആണെങ്കിൽ 2, like that. Okay. ന്യൂ ഡേറ്റ് ഓഫ്, അതായത് ഇന്നത്തെ ഡേറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഡേയിലേക്ക് ന്യൂ ഡേറ്റ് ഓഫ് ഡോട്ട് ഗെറ്റ് ഡേ. അതായത് ഗെറ്റ് ഡേ എന്ന് പറയുന്നത് സൺഡേക്ക് 0, അതനുസരിച്ചിട്ട്. അപ്പോൾ കേസ് ചെക്ക് ചെയ്യും 0 ആണോ. ഇന്ന് സൺഡേ അല്ല, അപ്പോൾ 0 അല്ല. ഇന്ന് തേഴ്സ്ഡേ അല്ലേ, അപ്പം 0 അല്ല, 1 അല്ല, 2 അല്ല, 3 അല്ല, 4. തേഴ്സ്ഡേ എന്ന് പറയുന്നത് 4 വരിക. ഓക്കെ, സോ അലേർട്ടിൽ ഡേ പോപ്പപ്പ് ബോക്സിലായിട്ട് വരുമ്പം വിച്ച് ഡേ, ഏത് ഡേ ആണ് വരിക? തേഴ്സ്ഡേ ആണ് വരിക. ഓക്കെ, അതായത് ഗെറ്റ് ഡേ ഫങ്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അത് റിട്ടേൺ ചെയ്യുന്നത് വീക്ക് ഡേ ആസ് എ നമ്പർ ആണ്. സോ ഇന്നത്തെ ഡേറ്റ് അനുസരിച്ചിട്ട് ഗെറ്റ് ഡേ ഫങ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ആയിട്ട് വരിക തേഴ്സ്ഡേ ആണ്. ഇതാണ് സ്വിച്ച് കേസ്. ഓക്കെ, നെക്സ്റ്റ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൂപ്സ് ആർ ദർ. JavaScript supports different kind of loops: for loop, for or in, or while, or do or while. For loops through a block of code a number of times. And for or in means loops through the properties of an object. And while loops through a block of code while a specified condition is true. And do or while also loops through a block of code while a specified condition is true. First of all, for loop statement. The syntax will be for, within parentheses 3 statement will be the statement 1, then semicolon, then statement 2, then semicolon, then statement 3. Then after that, within curly brace, block of code will be executed. Statement 1 is executed before the loop starts. Okay, then statement 2 defines the condition for running the loop. And statement 3 is executed each time after the loop has been executed. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ ഇവിടെ ഫോർ ഐ ഈക്വൽ 0 സെമിക്കോളൻ ഇതാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഐ ലെസ് ദാൻ 5 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. ഇവിടെ ഐ പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ആണ്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു നമ്പർ ഈസ് പ്ലസ് ഐ മീൻസ് ഐ ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഐ എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ചെയ്തത് 0 ആയിട്ടാണ്. സോ കണ്ടീഷന് ഐ ഈക്വൽ 0, സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റത്തെ ഐ 0, ദെൻ സ്റ്റേറ്റ്മെന്റ് 2 ചെക്ക് ചെയ്യും ഐ ലെസ് ദാൻ 5 ആണോ, 0 ഇസ് ലെസ് ദാൻ 5, സോ ഇറ്റ്സ് ട്രൂ. ദെൻ ബോഡിയിലേക്ക് വന്നു. ഓക്കെ, ഫോർ ലൂപ്പിന്റെ അകത്ത് വന്നിട്ട് ടെക്സ്റ്റിലേക്ക് ടെക്സ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു നമ്പർ ഈസ് ഐ, ഐന്റെ വാല്യൂ ഫസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കും. അത് ഫസ്റ്റ് പ്ലസ് ഐ പ്ലസ് എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ചെയ്ത് 0 അല്ലേ, 0 വന്നു. ദെൻ ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ലൈൻ ബ്രേക്ക് ആയി വരാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആ ഐ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു മീൻസ് പോപ്പപ്പ് ബോക്സിൽ 0 വന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് 3 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആയി. ഇപ്പോൾ ഐ എത്രയായി, 1 ആയി. സോ ഇപ്പൊ ഐ 1 ആയി, ഇൻക്രിമെന്റ് ആയിട്ട് ഐ ഈക്വൽ ടു 1. ദെൻ ചെക്ക് ദ കണ്ടീഷൻ 1 ലെസ് ദാൻ, ഐ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ലെസ് ദാൻ 5 ആണോ, എഗെയിൻ ചെക്ക് ചെയ്യും. അപ്പം ട്രൂ ആണ്. സോ ഇത് വീണ്ടും ഇതിൻ്റെ അകത്ത് വന്ന് അങ്ങനെ ഓരോ തവണ, അതായത് മീൻസ് 5 വന്നു, 5 ലെസ് ദാൻ 5 ആണോ, അല്ല ഫോൾസ് ആണ്. സോ ആ കണ്ടീഷൻ റോങ് ആവുന്നവരെ ഇത് ചെക്ക് ചെയ്തോണ്ട് റോങ് ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഫോർ ഇൻ ലൂപ്പ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി വാല്യൂ ആയിട്ട് ഉണ്ടാവുക. അതായത് വേർ പേഴ്സൺ ഈക്വൽ ടു കവർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ വാല്യൂ പ്രോപ്പർട്ടി കോളൻ വാല്യൂ ഫസ്റ്റ് നെയിം കൊടുക്കുക, മീൻസ് സ്ട്രിങ് ആണ് ജോൺ, അപ്പോൾ ഡബിൾ കോട്ട്സിൽ കോമ, ദെൻ ലാസ്റ്റ് നെയിം കോളൻ നെയിം സ്പെസിഫൈ ചെയ്യുക, ലാസ്റ്റ് നെയിം എന്താണ്, ദെൻ ഏജ് ഇൻറ്റീജർ ആയിക്കൊണ്ട് ഡബിൾ കോട്ട്സ് കൊടുക്കണ്ട. ഓക്കെ, ദെൻ വേർ ടെക്സ്റ്റ് ഈക്വൽ ടു ജസ്റ്റ് ഡബിൾ കോട്ട്സ് കൊടുത്തതിൻ്റെ അർത്ഥം ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണെന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, നെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഫോർ എക്സ് ഇൻ പേഴ്സൺ എന്ന് പറയുന്നത് പേഴ്സണിലെ ഫസ്റ്റത്തത് എക്സ് എന്ന് പറയുന്നത് ഓരോന്ന് വരും, അതായത് ഫസ്റ്റ് എഫ് നെയിം വരും, നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുക എൽ നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെ. അപ്പോൾ ടെക്സ്റ്റിലേക്ക് ടെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു പേഴ്സൺ ഓഫ് എക്സ്, ആദ്യം പേഴ്സൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആദ്യത്തത് എന്ന് പറയുന്നത് എഫ് നെയിം ആയിരിക്കും. സോ പേഴ്സൺ ഓഫ് എഫ് നെയിം എന്ന് പറയുന്നത് ജോൺ വരും. അപ്പോൾ അലേർട്ടിൽ ജോൺ വന്നു മീൻസ് ടെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് അതേപോലെ എന്താ വരിക എന്ന് വെച്ചാൽ ലാസ്റ്റ് നെയിം, അങ്ങനെ ഓരോന്ന് നോക്കുന്നതാണ് ഫോറിൻ ലൂപ്പ് വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് വെയിൽ ലൂപ്പ് ആണെങ്കിൽ വെയിൽ ലൂപ്പ് ലൂപ്സ് ത്രൂ എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഇസ് ട്രൂ. സിൻറ്റാക്സ് എന്ന് പറയുന്നത് വെയിൽ ഓഫ് കണ്ടീഷൻ, ദെൻ ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വാരിയബിൾ ഐ ഈക്വൽ 0 ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു, ദെൻ ചെക്ക് ചെയ്യും വെൽ ഐ ലെസ് ദാൻ 10 ആണോ, യെസ് 0 ഇസ് ലെസ് ദാൻ 10, ട്രൂ. സോ അലേർട്ടായിട്ട് അതിൻ്റെ വാല്യൂ ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 0 പ്രിന്റ് ചെയ്യിപ്പിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യിപ്പിക്കും ഐ പ്ലസ് പ്ലസ്. സോ ഐ 1 ആവും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും വെയിൽ ലൂപ്പിൽ വന്നിട്ട് 1 ലെസ് ദാൻ 10, യെസ് ഇറ്റ്സ് ട്രൂ. സോ അലേർട്ടിൽ ഐ ഈക്വൽ ടു 1, ദെൻ വീണ്ടും ഐന് ഇൻക്രിമെന്റ്, അലേർട്ട് മീൻസ് ആ പോപ്പപ്പ് ബോക്സിൽ 1 ഡിസ്പ്ലേ ആക്കി കാണിക്കും. ദെൻ ഐന് ഇൻക്രിമെന്റ് ചെയ്യും ഐ 2 ആവും, എഗെയിൻ ചെക്കിങ് ദ വെയിൽ ലൂപ്പ് കണ്ടീഷൻ 2 ഇസ് ലെസ് ദാൻ 10, ഇറ്റ്സ് ട്രൂ. സോ അലേർട്ട് വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ. അല്ലെ ഇപ്പം 10 എടുത്തു, 10 ലെസ് ദാൻ 10 ആണോ, നോ ഫോൾസ്. സോ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡു അതിൻ്റെ അകത്ത് ജസ്റ്റ് അലേർട്ട് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുക, ജസ്റ്റ് ഒരു കോഡ് ഉണ്ടാവും മീൻസ് സിൻറ്റാക്സ് ഇതാണ് ഡു കോഡ് ബ്ലോക്ക് ടു ബി എക്സിക്യൂട്ടഡ് ദെൻ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ, അതായത് ഫസ്റ്റ് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വെയിൽ ലൂപ്പ്.
വെയിൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. ടു അലേർട്ട് ഐ ഈക്വൽ ടു ആദ്യം ഐ എന്ന് പറയുന്നത് 0, അപ്പോൾ അലേർട്ട് ഐ ഈക്വൽ ടു പ്ലസ് ഐ, അതായത് 0 എന്ന് പറഞ്ഞിട്ട് പോപ്പ് ബോക്സിൽ കാണിക്കും, ഡിസ്പ്ലേ ആയി കാണിക്കും. ആഫ്റ്റർ ദാറ്റ് ഐനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും 1 ആവും. ദെൻ അതിന് ശേഷം ഒന്ന് കണ്ടീഷൻ നോക്കാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ നോക്കും. ദെൻ യെസ്, പിന്നെ വീണ്ടും 2, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആണ് നേരം. This loop will execute the code block once before checking if the condition is true. അതായത് കണ്ടീഷൻ ട്രൂ ആവുന്നതിന് മുന്നേ ഒരു തവണ ഈ ലൂപ്പ് അകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇറ്റ് വിൽ റിപ്പീറ്റ് ദ ലൂപ്പ് ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആവുന്നവരെ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ജംപ് ഔട്ട് ഓഫ് എ ലൂപ്പ്. ബട്ട് വൈൽ സ്റ്റേറ്റ്മെന്റ്, സോറി, കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് jumps over one iteration in the loop. The break statement can also be used to jump out of a loop. First, I need an example. For I equals 0, I less than 10, I plus plus. I first 0 ആണ്, okay. Then I less than 10 ലെ condition true ആണ് for അകത്തുള്ള statement. Then condition true ആകുമ്പോൾ വീണ്ടും അതിൻ്റെ അകത്തൊരു condition I equal to 3 ആണോ നോക്കും. അല്ലാത്തപ്പം നെക്സ്റ്റിലേക്ക് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഐ 0 അല്ലേ, അപ്പം നമ്പർ ഈസ് ഐ 0 എന്ന് പറഞ്ഞിട്ട് അലേർട്ട് ബോക്സിൽ കാണിക്കും. ഓക്കെ, ദെൻ വീണ്ടും ഐന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ കണ്ടീഷൻ ഐ ഈക്വൽ ടു 1 ആയി കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ 10 ആണോ, 1 ലെസ് ദാൻ 10 ആണ്, ട്രൂ ആണ്. സോ അഗെയിൻ ഇഫ് 2 ഈക്വൽ ടു 3 ആണോ, നോ. സോ ടെക്സ്റ്റിലേക്ക് നമ്പർ ഈസ് പ്ലസ് ഐ, അതായത് 1 വന്നു. അതും വീണ്ടും അലേർട്ട് പോപ്പപ്പ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യും ഐന്, ഐ 3 ആവും. അപ്പോൾ ഐ 3 ആവുമ്പോൾ എന്ന് പറയുന്നത് ഇഫ് ഐ ഈക്വൽ കണ്ടീഷൻ ട്രൂ ആണ്, ഇഫ് ദെൻ അതിൻ്റെ അകത്ത് വന്നിട്ട് വീണ്ടും ഒരു കണ്ടീഷൻ ഐ 3 ഈക്വൽ ടു 3 ആണ്, യെസ്. സോ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പം വീണ്ടും ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് ഇനി 3 ആയിക്കഴിഞ്ഞ ശേഷം ബ്രേക്ക് ആയി ലൂപ്പ്. ഓക്കെ, അപ്പോൾ ദ നമ്പർ ഈസ് 3 എന്നും കൂടി പ്രിന്റ് ചെയ്യിപ്പിക്കും. So output will be the number is 0, the number is 1, and the number is 2. Okay. In this example, the break statement ends the loop. Break the loop when the loop counter I is 3. അതായത് 3 ആകുമ്പം ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യും. The next continue statement. Continue statement jumps over one iteration in the loop. Continue statement breaks one iteration in the loop if a specified condition occurs and continues with the next iteration in the loop. ഇതിൽ കണ്ടീഷൻ ഇഫ് ഐ ഈക്വൽ 3 ആണെങ്കിൽ കണ്ടിന്യൂ ആണ്, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്പർ ഈസ് 9 വരെ അലേർട്ട് മീൻസ് പോപ്പർ ബോക്സിൽ ഡിസ്പ്ലേ. ഓക്കെ,